ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് 0.71% ഇടിഞ്ഞ് 23,644 ക്ലോസിംഗ് നൽകി. HDFC ബാങ്ക്, ICICI ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ് പോലുള്ള സ്റ്റോക്കുകളിൽ വന്ന സെല്ലിംഗ് പ്രഷർ തന്നെയാണ് മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം. കൂടാതെ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻ വീക്കായതും ഫോറിൻ ഫണ്ട് ഔട്ട്ഫ്ലോസും മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുകയും ചെയ്തു. സെഷൻ വോളറ്റൈലായിരുന്നു. അതോടൊപ്പം തന്നെ ഇൻഡെക്സ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ടാറ്റ മോട്ടോഴ്സ് 2.24% ഇടിഞ്ഞപ്പോൾ ടൈറ്റൻ, ടാറ്റ സ്റ്റീൽ, SBI, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, NTPC, ICICI ബാങ്ക്, മാരുതി സുസുക്കി, HDFC ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളിലും സിഗ്നിഫിക്കൻ്റ് ഇടിവ് കാണാൻ സാധിച്ചു. BSE സ്മാൾ ക്യാപ്പ് ഇൻഡെക്സ് 0.47%, മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 0.13% ഇടിഞ്ഞു. FISൻ്റെ സെല്ലിംഗ് ഇപ്പോഴും തുടരുകയാണ്. വെള്ളിയാഴ്ച FIS ഏകദേശം 1300 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. ഇന്നത്തെ മാർക്കറ്റ് ബ്രെഡ്ത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2636ഓളം സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിലും 1487ഓളം സ്റ്റോക്കുകൾ ബൈയിങ് സൈഡിലുമായിരുന്നു. ഹെൽത്ത് കെയർ, IT, ടെലികമ്മ്യൂണിക്കേഷൻ, BSE തുടങ്ങിയ ഇൻഡെക്സുകളിൽ ഇന്നൊരു പോസിറ്റീവ് നോട്ട് കാണാൻ സാധിച്ചു. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മസഗോൺ ഡോക്ക് 2.3% ഇടിഞ്ഞ് 2262 ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 2930, 52 വീക്കിലോ 897. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനിക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും 2867 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ്. ഈ അപ്ഡേറ്റ് ഇന്ന് 6 മണിക്ക് അടുത്തായിട്ടാണ് പുറത്തു വന്നത്. മസഗോൺ ഡോക്കിന് ഇന്ത്യൻ സബ്മറൈൻസിൻ്റെ ഓപ്പറേഷണൽ കേപ്പബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് 2867 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചത്. സബ്മറൈനിൽ ഉപയോഗിക്കുന്ന എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം അല്ലെങ്കിൽ പ്രൊപ്പൽഷൻ പ്ലഗ് ഡെവലപ്പ് ചെയ്യുന്നതിനും ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും വേണ്ടി കമ്പനിക്ക് 1990 കോടി രൂപയുടെ ഒരു ഓർഡറും ലഭിച്ചിരുന്നു. ഈ ഓർഡറുകളുടെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. മസഗോൺ ഡോക്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 76% വർദ്ധിച്ച് 586 കോടിയും റവന്യൂ 51% വർദ്ധിച്ച് 2757 കോടിയുമായി രേഖപ്പെടുത്തിയിരുന്നു. കമ്പനിയുടെ പ്രൊവിഷൻ 58 കോടിയിൽ നിന്നും 22 കോടിയിലേക്ക് കുറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ എബിറ്റ മാർജിൻ 9.6%-ൽ നിന്നും 18.5%-ലേക്ക് ഉയരുകയും ചെയ്തു. ഓർഡർ ബുക്ക് പരിശോധിച്ചാലും വളരെ സ്ട്രോങ് ഓർഡർ ബുക്കാണ്. 39,872 കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് കമ്പനിക്കുള്ളത്. ടെക്നിക്കലി സ്റ്റോക്ക് ഒരു അട്രാക്റ്റീവ് ലെവലിലാണ്. 2000 റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷം 2265 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 2000 അല്ലെങ്കിൽ 2000 ജസ്റ്റ് താഴെയോ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. പ്രത്യേകിച്ചും Q4 ഡിഫൻസ് സെക്ടറിലെ കമ്പനികൾ ഡീസൻ്റ് പെർഫോമൻസ് ചെയ്യാൻ സാധ്യതയും ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട സ്പെക്കുലേഷൻസിൻ്റെയും ബെനിഫിറ്റ് സ്റ്റോക്കിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്ക് RVNL. ഇന്ന് സ്റ്റോക്ക് 3.2% ഇടിഞ്ഞ് 411 ക്ലോസിംഗ് നൽകി. 85,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 63.76, ഡിവിഡൻഡ് യീൽഡ് 0.51%. 52 വീക്ക് ഹൈ 647, 52 വീക്കിലോ 176. RVNL എന്ന സ്റ്റോക്ക് 30% ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന റെയിൽവേ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ്. സെൻട്രൽ റെയിൽവേയുടെ സൈഡിൽ നിന്നും RVNL എന്ന കമ്പനിക്ക് സപ്ലൈ, ഡിസൈൻ, ഇറക്ഷൻ, ടെസ്റ്റിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ 55 kVയുടെ ട്രാക്ഷൻ സബ്സ്റ്റേഷൻ സെറ്റപ്പുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് 125 കോടി രൂപയ്ക്ക് അടുത്തുള്ള ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. RVNL എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് മോശമായിരുന്നു. നെറ്റ് പ്രോഫിറ്റ് 27% ഇടിഞ്ഞ് 394 കോടിയിൽ നിന്നും 286 കോടിയിലേക്ക് എത്തുകയും റവന്യൂ ഫ്രം ഓപ്പറേഷൻ 1.2% ഇടിഞ്ഞ് 4914 കോടിയിൽ നിന്നും 4855 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. RVNL എന്ന സ്റ്റോക്ക് ഡിസ്കൗണ്ടിൽ ഇപ്പോൾ ലഭിക്കുന്നെങ്കിലും FIS കഴിഞ്ഞ 3 ക്വാർട്ടറുകളിലായി തുടർച്ചയായി അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ RVNL എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. RVNL 400 ട്രേഡ് ചെയ്യുന്നു. 400 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് റേഞ്ചാണ്. ഈ സപ്പോർട്ട് റേഞ്ചിനടുത്ത് സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്. 400 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ 350, 300 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ചിലപ്പോൾ എത്താനും സാധ്യതയുണ്ട്. RVNL എന്ന സ്റ്റോക്കിനെയും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്